ഹലോ ഫ്രണ്ട്സ്, ഇത് കെമിസ്ട്രി ചാപ്റ്റർ 3യുടെ പാർട്ട് 2 വീഡിയോയാണ്. മലയാളം മീഡിയത്തിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഇത് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ വീഡിയോയാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ എന്ന ടോപ്പിക്കാണ്. ഒരു എക്സാമ്പിൾ പറയാം. സോഡിയവും ക്ലോറിനും ചേരുമ്പോൾ സോഡിയം ക്ലോറൈഡ് അല്ലേ ഉണ്ടാകുക. അതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഓക്സിജൻ ഗ്യാസ് O2 എന്ന് എഴുതുന്നത് പോലെ ക്ലോറിൻ Cl2 എന്ന് വേണം എഴുതാൻ. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അതിൻ്റെ കോൺഫിഗറേഷൻ ഇതാണ്. ക്ലോറിനോ അറ്റോമിക് നമ്പർ 17 ആണ്. ഇതാണ് കോൺഫിഗറേഷൻ. സോഡിയം ഈ ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുക്കുന്നു. ക്ലോറിന് ഈ ഇലക്ട്രോൺ കിട്ടുമ്പോൾ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ തികയുന്നു. സോഡിയം ഈ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഈ ഷെല്ലിൽ ഒരു ഇലക്ട്രോണും ഇല്ല. അപ്പോൾ ഈ ഷെല്ല് പിന്നെ ഇവിടെ ഇല്ല. അപ്പോൾ അവസാനത്തെ ഷെല്ല് ഇതാണ്. ഇതിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. ഇലക്ട്രോൺ കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്നത് അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ തികയാൻ വേണ്ടിയാണ്. അപ്പോൾ സോഡിയത്തിൻ്റെ കാര്യം നോക്കാം. ഇതുപോലെ ഇലക്ട്രോണിനെ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നതിനെയാണ് ഓക്സിഡേഷൻ എന്ന് പറയുക. അപ്പോൾ സോഡിയത്തിന് എന്താണ് സംഭവിച്ചത്? ഓക്സിഡേഷൻ. അപ്പോൾ ഓക്സിഡൈസ്ഡ് ആറ്റം, അതായത് ഓക്സിഡേഷൻ സംഭവിച്ച ആറ്റം ഇവിടെ ആരാണ്? സോഡിയമാണ്. ക്ലോറിൻ ഇലക്ട്രോൺ വാങ്ങുകയാണ് ചെയ്തത്. ഇതുപോലെ ഇലക്ട്രോണിനെ കിട്ടുന്നത്, അതായത് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് റിഡക്ഷൻ എന്ന് പറയുക. അപ്പോൾ ആർക്കാണ് റിഡക്ഷൻ സംഭവിച്ചത്? ക്ലോറിന്. അപ്പോൾ റെഡ്യൂസ്ഡ് ആറ്റം ആരാണ്? ക്ലോറിനാണ്. ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ എന്ത് ചാർജാണ് കിട്ടുക? പോസിറ്റീവ് ചാർജാണ്. സോഡിയത്തിന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ അത് Na+ ആയി മാറുന്നു. അപ്പോൾ സോഡിയം Na+ഉം ആ നഷ്ടപ്പെട്ട ഒരു ഇലക്ട്രോണാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ സോഡിയം Na++1 ഇലക്ട്രോൺ ആകുന്നു. ക്ലോറിനോ ഈ ഒരു ഇലക്ട്രോണിനെ വാങ്ങുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇലക്ട്രോൺ വാങ്ങുമ്പോൾ മൈനസ് ചാർജാണ് കിട്ടുക. അപ്പോൾ ക്ലോറിൻ Cl- ആയി മാറുന്നു. സോഡിയത്തിന് ഓക്സിഡേഷൻ അല്ലേ സംഭവിച്ചത്. അപ്പോൾ ഈ ഇക്വേഷനെ ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷൻ എന്ന് പറയാം. ക്ലോറിന് റിഡക്ഷൻ ആണല്ലോ സംഭവിച്ചത്. അപ്പോൾ ഈ ഇക്വേഷനെ ഇക്വേഷൻ ഓഫ് റിഡക്ഷൻ എന്ന് പറയാം. ഇനി സോഡിയത്തിന് ഓക്സിഡേഷൻ ആണല്ലോ. അപ്പോൾ സോഡിയമാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. ക്ലോറിന് റിഡക്ഷൻ ആണല്ലോ. അപ്പോൾ ക്ലോറിനാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അത് തിരിഞ്ഞാണ് വരുന്നത്. കണ്ടോ? ഓക്സിഡേഷൻ ആർക്കാണോ അതാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. സോഡിയമാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. ക്ലോറിന് റിഡക്ഷൻ ആണ്. അപ്പോൾ ക്ലോറിനാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അങ്ങനെയാണെങ്കിൽ ടെക്സ്റ്റിലുള്ള ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കാം. മഗ്നീഷ്യത്തിൻ്റെ ക്വസ്റ്റ്യനാണ് അവർ തന്നിരിക്കുന്നത്. മഗ്നീഷ്യവും ക്ലോറിനും ചേരുമ്പോൾ MgCl2 ഉണ്ടാകുന്നു. നമുക്കിത് എഴുതി നോക്കാം. മഗ്നീഷ്യം എങ്ങനെയായിരുന്നു? അറ്റോമിക് നമ്പർ 12 ആണ്. 2, 8, 2 ആണ് കോൺഫിഗറേഷൻ. ക്ലോറിൻ എന്തായിരുന്നു? 2, 8, 7. MgCl2 എന്ന് പറയുമ്പോൾ ഒരു മഗ്നീഷ്യവും 2 ക്ലോറിനുമാണ്. അപ്പോൾ രണ്ടാമത്തെ ക്ലോറിനും എന്താണ്? 2, 8, 7. ഈ ക്ലോറിന് 8 ഇലക്ട്രോൺ തികയാൻ ഒരെണ്ണം കൂടി വേണം. ഈ ക്ലോറിനും ഒരെണ്ണം കൂടി വേണം. മഗ്നീഷ്യത്തിന് ഈ ഷെൽ അങ്ങോട്ട് ഒഴിവായി പോകണമെങ്കിൽ 2 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുക? മഗ്നീഷ്യത്തിൻ്റെ 2 ഇലക്ട്രോണിൽ ഒരെണ്ണം ഈ ക്ലോറിനും രണ്ടാമത്തത് മറ്റേ ക്ലോറിനുമാണ് കൊടുക്കുന്നത്. ഇലക്ട്രോൺ കൊടുക്കുന്നത് ആരാണ്? മഗ്നീഷ്യം. ഇലക്ട്രോൺ നഷ്ടപ്പെട്ടതുകൊണ്ട് മഗ്നീഷ്യത്തിന് എന്താണ് സംഭവിച്ചത്? ഓക്സിഡേഷൻ. ഇലക്ട്രോൺ വാങ്ങുന്നത് ക്ലോറിനല്ലേ. അപ്പോൾ ക്ലോറിന് റിഡക്ഷൻ ആണ് സംഭവിച്ചത്. അപ്പോൾ ഓക്സിഡൈസ്ഡ് ആറ്റം, അതായത് ഓക്സിഡേഷൻ സംഭവിച്ച ആറ്റം ആരാണ്? റെഡ്യൂസ്ഡ് ആറ്റം, അതായത് റിഡക്ഷൻ സംഭവിച്ച ആറ്റം ആരാണ്? ക്ലോറിൻ. ഇനി മഗ്നീഷ്യത്തിന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അപ്പോൾ മഗ്നീഷ്യം എന്തായി മാറി? Mg2+ ആയി മാറി. 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് 2+ എന്ന് വന്നത്. നഷ്ടപ്പെട്ട 2 ഇലക്ട്രോണാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇതാണ് ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷൻ. ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ വാങ്ങുന്നു. നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ ഒരു ക്ലോറിൻ്റെ കാര്യം എഴുതിയാൽ മതി, 2 പേരുടെ എഴുതണ്ട. ഒരു ക്ലോറിൻ ഒരു ഇലക്ട്രോൺ വാങ്ങി എന്തായി മാറുന്നു? Cl- ആയി മാറുന്നു. ഇതാണ് ഇക്വേഷൻ ഓഫ് റിഡക്ഷൻ. മഗ്നീഷ്യത്തിന് ഇവിടെ ഓക്സിഡേഷൻ ആണ്. അപ്പോൾ
റെഡ്യൂസിങ് ഏജൻ്റ് ആരാണ്? മഗ്നീഷ്യം. ക്ലോറിൻ ഇവിടെ റിഡക്ഷൻ ആണ്, അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻ്റ് ആരാണ്? ക്ലോറിനാണ്. അടുത്തത് Mg+F2 ഗീവ്സ് MgF2 ഒന്ന് നോക്കാം. മഗ്നീഷ്യം 2,8,2 ആണെന്ന് നമുക്കറിയാം. ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ 9 ആണ്, അതായത് 2,7. MgF2 എന്ന് പറയുമ്പോൾ 2 ഫ്ലൂറിനാണ് ഉള്ളത്. മഗ്നീഷ്യം ഓരോ ഇലക്ട്രോൺ വീതം ഓരോ ഫ്ലൂറിനും കൊടുക്കുന്നു. അപ്പോൾ ഫ്ലൂറിൻ്റെ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വീതമാകും. മഗ്നീഷ്യത്തിൻ്റെ അവസാനത്തെ ഷെല്ല് ഇതായി മാറുന്നു. അങ്ങനെ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണായി മാറുന്നു. ഇലക്ട്രോണിനെ കൊടുക്കുന്നത് ആരാണ്? മഗ്നീഷ്യമാണ്. അപ്പോൾ ഓക്സിഡേഷൻ ആർക്കാണ്? മഗ്നീഷ്യത്തിന്. ഇലക്ട്രോണിനെ വാങ്ങുന്നത് ഫ്ലൂറിനാണ്. അപ്പോൾ ഫ്ലൂറിന് റിഡക്ഷനാണ്. 2 ഇലക്ട്രോണിനെ കൊടുക്കുമ്പോൾ മഗ്നീഷ്യം എന്തായി മാറുന്നു? Mg2+. ഇനി ഒരു ഫ്ലൂറിൻ്റെ കാര്യം നോക്കാം. ഫ്ലൂറിൻ 1 ഇലക്ട്രോണിനെ മഗ്നീഷ്യത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ F- ആയി മാറുന്നു. ഇതാണ് ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷൻ. ഇതാണ് ഇക്വേഷൻ ഓഫ് റിഡക്ഷൻ. മഗ്നീഷ്യത്തിന് ഓക്സിഡേഷനാണ്. അപ്പോൾ ഓക്സിഡൈസ്ഡ് ആറ്റം ആരാണ്? മഗ്നീഷ്യം. ഫ്ലൂറിന് റിഡക്ഷൻ ആയതുകൊണ്ട് റെഡ്യൂസ്ഡ് ആറ്റമാണ് ഫ്ലൂറിൻ. മഗ്നീഷ്യത്തിന് ഓക്സിഡേഷൻ ആണെങ്കിൽ റെഡ്യൂസിങ് ഏജൻ്റ് ആരാണ്? മഗ്നീഷ്യം. ഫ്ലൂറിന് റിഡക്ഷൻ ആണെങ്കിൽ ഓക്സിഡൈസിങ് ഏജൻ്റ് ആരാണ്? ഫ്ലൂറിൻ. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് പേജ് നമ്പർ 49 അവർ കുറച്ച് ഇക്വേഷനുകൾ തന്നിട്ട് ഇതിൽ ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷനും ഇക്വേഷൻ ഓഫ് റിഡക്ഷനും ഒക്കെ തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് എളുപ്പമാണ്. ഒരു ആറ്റത്തിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ പോസിറ്റീവ് ചാർജാണ് കിട്ടുക. ഇവിടെ മഗ്നീഷ്യം Mg2+ അല്ലേ ആയത്, അതായത് മഗ്നീഷ്യത്തിന് പോസിറ്റീവ് ചാർജാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അതിനർത്ഥം എന്താണ്? മഗ്നീഷ്യത്തിന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ അത് ഓക്സിഡേഷനാണ്. അപ്പോൾ അത് ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷനാണ്. ഓക്സിഡേഷൻ സംഭവിച്ചത് മഗ്നീഷ്യത്തിനാണെങ്കിൽ റെഡ്യൂസിങ് ഏജൻ്റാണ് മഗ്നീഷ്യം. ഒരാറ്റത്തിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ അതിന് പോസിറ്റീവ് ചാർജാണ് കിട്ടുക. ഇനി ഒരാറ്റം ഇലക്ട്രോണിനെ വാങ്ങുമ്പോൾ അതിന് നെഗറ്റീവ് ചാർജാണ് കിട്ടുക. ഇവിടെ ഫ്ലൂറിൻ F- ആയി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫ്ലൂറിൻ ഇലക്ട്രോണിനെ വാങ്ങിയിരിക്കുകയാണ്, അതായത് ഫ്ലൂറിന് റിഡക്ഷനാണ്. അപ്പോൾ ഇത് ഇക്വേഷൻ ഓഫ് റിഡക്ഷനാണ്. ഫ്ലൂറിന് റിഡക്ഷൻ ആണെങ്കിൽ ഓക്സിഡൈസിങ് ഏജൻ്റ് ആരാണ്? ഫ്ലൂറിൻ. അതുപോലെ അടുത്തത് സോഡിയം ഇവിടെ Na+ ആയി, അതായത് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷനാണ്. അപ്പോൾ സോഡിയം ആരാണ്? റെഡ്യൂസിങ് ഏജൻറ്റ്. ക്ലോറിൻ ഇവിടെ ഇലക്ട്രോൺ വാങ്ങി Cl- ആയി മാറി. അപ്പോൾ ഇത് ഇക്വേഷൻ ഓഫ് റിഡക്ഷൻ ആണ്. ക്ലോറിൻ ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. Fe എന്ന് പറഞ്ഞാൽ അയൺ ആണ്. അയൺ Fe2+ ആയി, അതായത് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഇക്വേഷൻ ഓഫ് ഓക്സിഡേഷനാണ്. അയൺ റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. ഓക്സിജൻ 2 ഇലക്ട്രോണിനെ വാങ്ങി O2- ആയി. അപ്പോൾ ഇത് ഇക്വേഷൻ ഓഫ് റിഡക്ഷൻ ആണ്. ഓക്സിജൻ ഇവിടെ ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് ഓക്സിഡേഷൻ നമ്പർ എന്ന ടോപ്പിക്കാണ്. അത് ഈസിയായി മനസ്സിലാക്കാം. ഈ പൊക്കത്ത് എഴുതിയിരിക്കുന്ന നമ്പർ തന്നെയാണ്. സോഡിയത്തിന് ഇവിടെ +1 അല്ലേ, അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ +1. ഇനി ഇവിടെയോ? ഇവിടെ സോഡിയത്തിന് നമ്പർ ഒന്നുമില്ല, അതായത് ചാർജ് ഒന്നുമില്ല. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ 0. ക്ലോറിനോ? ഇവിടെ 0 ആണല്ലോ. ഇവിടെയോ? -1. സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ റിയാക്ഷന് മുമ്പ് 0ഉം റിയാക്ഷന് ശേഷം +1, അതായത് +1ഉമായി. ഇത് ഏത് റിയാക്ഷൻ്റെ ആണിതൊക്കെ? Na+Cl2 ഗീവ്സ് NaCl. അപ്പോൾ അത് തന്നെ നമുക്കിവിടെ എഴുതാം. സോഡിയം 0ത്തിൽ നിന്ന് +1 ആയി. ക്ലോറിനോ 0ത്തിൽ നിന്ന് -1 ആയി. അപ്പോൾ അതിവിടെ എഴുതാം. അടുത്തത് മഗ്നീഷ്യം. ഇവിടെ 0 ആണ്, ഇവിടെയോ +2. ഇവിടെ ക്ലോറിൻ 0 ആണ്, ഇവിടെയോ -1. മഗ്നീഷ്യം 0ത്തിൽ നിന്ന് +2 ആയി. നമുക്കിവിടെ എഴുതാം 0ത്തിൽ നിന്ന് +2. ക്ലോറിൻ 0ത്തിൽ നിന്ന് -1 ആയി. അപ്പോൾ അതിവിടെ എഴുതാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെറുതെ മഗ്നീഷ്യം, ഫ്ലൂറിൻ അല്ലെങ്കിൽ ഓക്സിജൻ, സോഡിയം, പൊട്ടാസ്യം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും.
ഇവിടെ സോഡിയത്തിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ സോഡിയം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇവിടെ പൊട്ടാസ്യം മാത്രമേ ഉള്ളൂ. ഇവിടെ 2 ഓക്സിജൻ മാത്രമേ ഉള്ളൂ. വേറെ എലമെൻസുമായിട്ട് ഇവർ ചേർന്നിട്ടില്ല. അങ്ങനെ ചേരാതെ നിൽക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. പക്ഷെ നമ്മളൊരു കോമ്പൗണ്ട് എടുക്കുകയാണ്, NaCl അല്ലെങ്കിൽ MgO എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1ഉം ക്ലോറിൻ്റെ -1ഉമാണ്. അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. പറഞ്ഞു വന്നത്, ഒരു കോമ്പൗണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഇവരുടെയൊക്കെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കില്ല. പക്ഷേ ഇവരൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ 0ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മഗ്നീഷ്യവും ഫ്ലൂറിനും 0ആണെന്ന് എഴുതാമല്ലോ. കാരണം അവരൊക്കെ ഒറ്റയ്ക്കല്ലേ നിൽക്കുന്നത്. പിന്നെ ഇവിടെ MgF2 മാത്രം നമ്മൾ നോക്കിയാൽ മതി. മഗ്നീഷ്യം 0ൽ നിന്ന് +2 ആയി, അപ്പോൾ ഇവിടെ +2 ആണ്. ഫ്ലൂറിനോ 0ൽ നിന്ന് -1 ആയി, അപ്പോൾ ഇവിടെ -1 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹൈഡ്രജൻ ക്ലോറൈഡിൻ്റെ നോക്കാം. H2ഉം Cl2ഉം ചേർന്ന് 2HCl ഉണ്ടാകുന്നു. ഇവിടെ ഹൈഡ്രജൻ ഒറ്റയ്ക്കല്ലേ നിൽക്കുക, അപ്പോൾ 0. ക്ലോറിൻ്റെയും അതുപോലെ 0 ആയിരിക്കും. പക്ഷേ HClൽ ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെയും 0 അല്ല. അപ്പോൾ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുത്ത് H+ ആയി മാറുന്നു. ക്ലോറിൻ ആ ഒരു ഇലക്ട്രോൺ വാങ്ങിക്കൊണ്ട് Cl- ആയി മാറുന്നു. ഹൈഡ്രജൻ 0ൽ നിന്ന് +1 ആയി, അതായത് 0ൽ നിന്ന് +1 ആയി. ക്ലോറിൻ 0ൽ നിന്ന് -1 ആയി, 0ൽ നിന്ന് -1 ആയി. ഹൈഡ്രജൻ അല്ലേ ഇവിടെ ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ടത്. അപ്പോൾ ആർക്കാണ് ഓക്സിഡേഷൻ? ഹൈഡ്രജന്. അപ്പോൾ റെഡ്യൂസിങ് ഏജൻറ്റ് ആരാണ്? ഹൈഡ്രജൻ. ക്ലോറിനാണ് ഇലക്ട്രോൺ വാങ്ങിയത്, അപ്പോൾ ആർക്കാണ് റിഡക്ഷൻ? ക്ലോറിന്. ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാണ്? ക്ലോറിൻ. ഇനി നമുക്ക് ഹൈഡ്രജൻ്റെ ഒന്നുകൂടി നോക്കാം. ഹൈഡ്രജൻ 0ൽ നിന്ന് +1 ആയി, അതായത് ഓക്സിഡേഷൻ നമ്പർ കൂടി, ഇൻക്രീസ് ചെയ്തു. ആർക്കാണോ ഓക്സിഡേഷൻ നടക്കുന്നത് അവരുടെ ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു. ക്ലോറിൻ 0ൽ നിന്ന് -1 ആയി, അതായത് ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. ആർക്കാണ് റിഡക്ഷൻ? ക്ലോറിനല്ലേ. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കുറയുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം റിഡക്ഷനാണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നു, റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ കുറയുന്നു. ഈ എക്സാമ്പിൾ നോക്കാം. മഗ്നീഷ്യം ഇവിടെ 0ൽ നിന്ന് +2 ആയി, അതായത് ഓക്സിഡേഷൻ നമ്പർ കൂടി. അപ്പോൾ മഗ്നീഷ്യത്തിന് എന്താണ് സംഭവിച്ചത്? ഓക്സിഡേഷൻ. ഫ്ലൂറിന് 0ൽ നിന്ന് -1 ആയി, അതായത് ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കുറയുമ്പോൾ റിഡക്ഷനാണ് ഉണ്ടാകുന്നത്. ഇവിടെ നോക്കാം, സോഡിയത്തിന് 0ൽ നിന്ന് +1 ആയി, അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടി. സോഡിയത്തിന് എന്താണ് സംഭവിച്ചത്? ഓക്സിഡേഷൻ. ക്ലോറിന് 0ൽ നിന്ന് -1 ആയി, അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ റിഡക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, C+O2 gives CO2. അതിലെ ഓക്സിഡേഷൻ നമ്പർ ഇത് രണ്ടും 0 ആണെന്നറിയാം. ഇത് +4ഉം -2 ആണെന്ന് തന്നിട്ടുണ്ടെന്നിരിക്കട്ടെ. എന്നിട്ട് ചോദിക്കുവാണ്, ഇതിൽ ആർക്കാണ് ഓക്സിഡേഷൻ? പെട്ടെന്ന് കണ്ടെത്താം. കാർബണിന് 0ൽ നിന്ന് +4 ആയി, അതായത് കൂടി, അതായത് ഓക്സിഡേഷൻ നമ്പർ കൂടി. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ അതിനർത്ഥം ഇവിടെ എന്താണ്? ഓക്സിഡേഷൻ. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0ൽ നിന്ന് -2 ആയി കുറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? റിഡക്ഷൻ ആണ്. കാർബണിനല്ലേ ഓക്സിഡേഷൻ, അപ്പോൾ റെഡ്യൂസിങ് ഏജൻ്റ് ആരാണ്? കാർബൺ. ഓക്സിജൻ അല്ലേ റിഡക്ഷൻ, അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻ്റ് ആരാണ്? ഓക്സിജൻ. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ സിങ്ക് 0ൽ നിന്ന് +2 ആയി, അപ്പോൾ ഇൻക്രീസ് ആണ് ചെയ്തത്. ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സിങ്ക് ഇൻക്രീസസ് ആണ് ഫ്രം 0 to +2. അപ്പോൾ ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്? സിങ്കിന്. ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ, ഹൈഡ്രജൻ ഇവിടെ +1ൽ നിന്ന് 0 മാറി, അതായത് കുറഞ്ഞു. അപ്പോൾ ഡിക്രീസസ് ഫ്രം +1 to 0. അപ്പോൾ ഹൈഡ്രജന് റിഡക്ഷൻ ആണ് സംഭവിച്ചത്. ഇവിടെ ക്ലോറിന് -1ഉം -1ഉം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. കുറച്ച് എലമെൻസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കാണാതെ പഠിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് സോഡിയത്തിൻ്റെ +1 ആണ്. സോഡിയം +1 ആണെന്ന് പറയുമ്പോൾ
നമ്മൾ ഉദ്ദേശിക്കുന്നത് സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ സോഡിയം സൾഫേറ്റ്. ഇതേപോലെ സോഡിയത്തിൻ്റെ കോമ്പൗണ്ടുകളിൽ ഒക്കെ സോഡിയം +1 ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, വെറുതെ ഒറ്റയ്ക്ക് നിൽക്കുവാണെങ്കിൽ എല്ലാവർക്കും 0 ആയിരിക്കും. നമ്മൾ ആ കാര്യമല്ല പറയുന്നത്. സോഡിയം, ഹൈഡ്രജൻ, പൊട്ടാസ്യം ഇവരുടെയൊക്കെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. ഇനി ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ തുടങ്ങിയവരുടെ എല്ലാം -1 ആണ്. കാൽഷ്യം, മഗ്നീഷ്യം ഇവരുടെ രണ്ടുപേരുടെയും +2 ആണ്. അലുമിനിയം +3 ആണ്. ഓക്സിജൻ -2 ആണ്. ഫ്ലൂറിൻ്റെയും -1 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ Al2O3 അതായത് അലുമിനിയം ഓക്സൈഡ് തന്നിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം അലുമിനിയം +3ഉം ഓക്സിജൻ -2ഉം ആണ്. അങ്ങനെയാണെങ്കിൽ H2SO4 എടുക്കാം. ഹൈഡ്രജൻ ഇവിടെ +1 ആണെന്ന് നമുക്കറിയാം. ഓക്സിജൻ്റെ -2 ആണെന്നറിയാം. എന്നിട്ട് ചോദിച്ചിരിക്കുകയാണ് സൾഫറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്. ഇവിടെ നമ്മളൊരു കാര്യം അറിയണം. HClൽ ഹൈഡ്രജൻ +1ഉം -1ഉം ആണ്. പക്ഷേ മൊത്തത്തിൽ HClൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ 0 ആണ്. അല്ലെങ്കിൽ NaClൽ സോഡിയത്തിനും ക്ലോറിനും വേറെ വേറെ ഓക്സിഡേഷൻ നമ്പറാണ്. പക്ഷെ മൊത്തത്തിൽ 0 ആണ്. അതുപോലെ ഇവിടെ H2SO4ൻ്റെയും ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ, അതായത് മൊത്തത്തിലുള്ള ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. ഇവിടെ നമുക്ക് സൾഫറിൻ്റെ കണ്ടെത്താം. ഇവിടെ 2 ഹൈഡ്രജൻ അല്ലേ, അപ്പോൾ 2 × +1 പ്ലസ് സൾഫറിൻ്റെത് X എന്നെടുക്കാം. 4 ഓക്സിജൻ, അതായത് 4 × -2 എല്ലാം കൂടി കൂട്ടുമ്പോൾ 0 ആണ് കിട്ടേണ്ടത്. 2 × +1 എന്ന് പറയുമ്പോൾ 2 പ്ലസ് X പ്ലസ് 4 × -2 എന്ന് പറയുമ്പോൾ -8 = 0. X = 0. -8 ഇപ്പുറത്ത് വരുമ്പോൾ +8 ആകും. +2 ഇപ്പുറത്ത് വരുമ്പോൾ -2 ആകും. അതായത് 0 + 8 എന്ന് പറഞ്ഞാൽ 8, 8 - 2 എന്ന് പറഞ്ഞാൽ 6. അപ്പോൾ ഇവിടെ സൾഫർ 6 അല്ലെങ്കിൽ +6 ആണ്. KMnO4. Mn എന്ന് പറഞ്ഞാൽ മാംഗനീസ് ആണ്. ഇതിൽ മാംഗനീസിൻ്റെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. പൊട്ടാസ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണെന്ന് നമുക്കറിയാം. ഓക്സിജൻ്റെ -2 ആണെന്നറിയാം. ഇത് ടോട്ടൽ 0 ആയിരിക്കുമല്ലോ. പൊട്ടാസ്യം ഒരെണ്ണമല്ലേ, അപ്പോൾ 1 × +1 പ്ലസ് മാംഗനീസിൻ്റെത് അറിയില്ല, അതാണ് കണ്ടെത്തേണ്ടത്. X എന്നെടുക്കാം. 4 ഓക്സിജൻ, അതായത് 4 × -2 = 0. 1 × +1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് X പ്ലസ് 4 × -2 എന്ന് പറയുമ്പോൾ -8. X = 0. -8 ഇവിടെ വരുമ്പോൾ +8, +1 ഇവിടെ വരുമ്പോൾ -1. 0 + 8 എന്ന് പറയുമ്പോൾ 8, 8 - 1 എന്ന് പറഞ്ഞാൽ 7, അപ്പോൾ +7. മാംഗനീസ് ഇവിടെ +7 ആണ്. ഇതുപോലെ MnO2 നോക്കാം. മാംഗനീസ് അറിയില്ല, അപ്പോൾ X എന്നെടുക്കാം. പ്ലസ് ഓക്സിജൻ്റെ -2 ആണെന്നറിയാം. 2 × -2 = 0. X + -4 = 0. X = 0. -4 ഇപ്പുറത്ത് വരുമ്പോൾ +4 ആകും. അതായത് X = +4. അപ്പോൾ മാംഗനീസ് ഇവിടെ +4 ആണ്. മാംഗനീസ്, അയൺ തുടങ്ങിയവരുടെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം അവർക്ക് പല സമയത്തും പല ഓക്സിഡേഷൻ നമ്പറാണ്. പക്ഷെ നമ്മൾ കാണാതെ പഠിക്കാൻ പറഞ്ഞതിനൊക്കെ സ്ഥിരമായിട്ട് ഒരു ഓക്സിഡേഷൻ നമ്പറാണുള്ളത്. അടുത്തത് Mn2O3. മാംഗനീസിൻ്റെയാണ് കണ്ടെത്തേണ്ടത്. അത് X എന്നെടുക്കാം. 2 മാംഗനീസ് എന്ന് പറയുമ്പോൾ 2X. 3 ഓക്സിജൻ എന്ന് പറയുമ്പോൾ 3 × -2 = 0. 2X + -6 = 0. 2X = 0. -6 ഇപ്പുറത്ത് വരുമ്പോൾ +6 ആകുന്നു. 2X = +6. X = 6 / 2 = 3, അഥവാ +3. അപ്പോൾ ഓരോ മാംഗനീസിൻ്റെയും +3 ആണ്. ഇവിടെ 2 മാംഗനീസ് ഉണ്ടല്ലേ. അടുത്തത് Mn2O7. ഇവിടെയും മാംഗനീസ് X എന്നെടുക്കാം. 2 മാംഗനീസ് എന്ന് പറയുമ്പോൾ 2X പ്ലസ് 7 × -2 = 0. 2X + -14 = 0. 2X = 0. -14 എന്താകും? +14. 2X = +14 ആണെങ്കിൽ X = 14 / 2, അതായത് 7, അതായത് +7.
വെറുതെ Fe2+ എന്ന് തന്നിട്ട് ഇതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്താൻ പറഞ്ഞാൽ എന്താണ്? +2. അല്ലെങ്കിൽ Fe3+, അപ്പോൾ എന്താണ്? +3. അല്ലെങ്കിൽ Cu2+, അപ്പോൾ +2. ഇനി നമ്മൾ നോക്കുന്നത് റിഡോക്സ് റിയാക്ഷൻസ് എന്ന ടോപ്പിക്കാണ്. നമ്മൾ നേരത്തെ ചെയ്ത എക്സാമ്പിൾ നോക്കാം. സോഡിയത്തിനാണ് ഓക്സിഡേഷൻ, ക്ലോറിനാണ് റിഡക്ഷൻ. ഇതുപോലെ ഒരു റിയാക്ഷനിൽ തന്നെ ഒരാൾക്ക് ഓക്സിഡേഷനും ഒരാൾക്ക് റിഡക്ഷനും നടക്കുന്നുണ്ടെങ്കിൽ ആ റിയാക്ഷനാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റിഡോക്സ് റിയാക്ഷന് എക്സാമ്പിളാണ്. ഇത് നോക്കാം. മഗ്നീഷ്യത്തിനിവിടെ ഓക്സിഡേഷൻ, ക്ലോറിനിവിടെ റിഡക്ഷൻ. അപ്പോൾ ഒരാൾക്ക് ഓക്സിഡേഷനും ഒരാൾക്ക് റിഡക്ഷനും ഉണ്ടല്ലോ. അപ്പോൾ ഇത് റിഡോക്സ് റിയാക്ഷനാണ്. മഗ്നീഷ്യം ഇത് നോക്കാം. മഗ്നീഷ്യത്തിന് ഈ റിയാക്ഷനിൽ ഓക്സിഡേഷനും ഫ്ലൂറിന് റിഡക്ഷനുമാണ്. അപ്പോൾ ഇത് റിഡോക്സ് റിയാക്ഷനാണ്. അതുപോലെ തന്നെ ഇതിൽ ഹൈഡ്രജൻ ഓക്സിഡേഷനും ക്ലോറിന് റിഡക്ഷനുമാണ്. അപ്പോൾ ഇത് റിഡോക്സ് റിയാക്ഷനാണ്. നമ്മൾ ഈ പാഠത്തിൽ ഇപ്പോൾ നോക്കിയതൊക്കെ റിഡോക്സ് റിയാക്ഷൻ തന്നെയാണ്. അങ്ങനെ അല്ലാത്തത് നമ്മൾ ഈ പാഠത്തിൻ്റെ ലെറ്റസ് അസസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കാണാം. ഇതിൻ്റെ പാർട്ട് 3 വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്.